ആയിട്ടില്ല. അപ്പോൾ ടാസ്കിന്റെ വഴക്കിന്റെ കാരണം എന്ന് പറഞ്ഞാൽ സിജോയും റോക്കിയും നേരത്തെ തന്നെ ഒരു പ്ലാൻ ഇട്ടു. കാരണം നമുക്കറിയാമല്ലോ ക്യാപ്റ്റൻ ഉൾപ്പെടുന്ന ടീം. അങ്ങനെ ബിഗ് ബോസ് സീസൺ 6 തുടങ്ങിയിരിക്കുവാണ്. ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡായിരുന്നു, ലോഞ്ച് ഡേറ്റ് ആയിരുന്നു. അപ്പം കുറെ കിട്ടലും കണ്ടസ്റ്റൻസ് എല്ലാവരും ഉണ്ട്, ഒരു 19 പേര് അടുപ്പിച്ചുണ്ട്. അപ്പം ഇതിനകത്ത് ജാസ്മിൻ ജാഫർ എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ്, അതേപോലെ തന്നെ സിജോ എൻ്റെ ഫ്രണ്ടാണ്, അതേപോലെ തന്നെ കുറെ കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അവരാരും പേഴ്സണലി പരിചയമില്ലാത്ത ആൾക്കാരാണ്. എനിവേ ഈ ഒരു സീസൺ എന്തായിരിക്കും എന്ന് നമുക്ക് കണ്ടറിയാം. ഇപ്പം ഇന്ന് സീസൺ തുടങ്ങി ഫസ്റ്റ് എപ്പിസോഡ് അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ ഫുള്ള് അടിയും വഴക്കും ഒക്കെയാണ് തോന്നുന്നത്. ഓരോ കണ്ടസ്റ്റൻസിന്റെയും രീതികൾ എടുത്തു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ഗെയിം പ്ലാൻ ചെയ്ത് വന്ന കുറച്ച് ടീമുകളുണ്ടെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് ഷോ ഓഫ് കാണിച്ചിട്ട് എല്ലാവട്ടം പോലെ തന്നെ ഭയങ്കര രീതിയിൽ പുറത്ത് മാസ് BGM ഒക്കെ ഇട്ട് ഭയങ്കര ഒരാളായിട്ട് ചിത്രീകരിക്കും എന്ന ചിന്താഗതിയോടെ വന്ന ആൾക്കാരും ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഇന്ന് ക്യാപ്റ്റൻസി ടാസ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ക്യാപ്റ്റൻസി ടാസ്ക് കൊടുത്ത സമയത്ത് അതിനകത്ത് ഞാൻ നോട്ടീസ് ചെയ്ത 2-3 കാര്യങ്ങളുണ്ട്. റോക്കി ബായ് എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരൻ, പിന്നെ രതീഷ് എന്ന് പറയുന്ന ഒരു പുള്ളി, പിന്നെ ജാസ്മിനുമായിട്ട് ഉണ്ടായ വഴക്കുകളൊക്കെയാണ് സംഭവം. ശരിക്കും പറഞ്ഞാൽ ക്യാപ്റ്റൻസി ടാസ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഗെയിം ആയിരുന്നു കൊടുത്തിരുന്നത്. കാര്യം ബിഗ് ബോസ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ക്യാപ്റ്റൻ വേണം. കാര്യം ഫസ്റ്റ് വീക്ക് ആകുമ്പോഴത്തേക്ക് ഒരു ക്യാപ്റ്റൻ ഉണ്ടെങ്കിൽ പല കാര്യങ്ങൾക്കും ബിഗ് ബോസ് വീട്ടിനകത്തുള്ള പ്രശ്നങ്ങളായാലും, പിന്നെ അത് മാത്രമല്ല ഈ പ്രാവശ്യം പ്രത്യേക ഒരു സ്പെഷ്യൽ പവർ എന്ന് പറഞ്ഞൊരു സംഭവം കൊടുത്തിട്ടുണ്ട്. ഒരു പവർ റൂമൊക്കെ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പം പവർ ഉള്ളവർക്കാണ് കൂടുതൽ ഈ പ്രാവശ്യം ഇതിനൂടെ പ്രത്യേകതകളൊക്കെ ഉള്ളത്. അപ്പം എന്തായി കഴിഞ്ഞാൽ ഇന്നത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കേണ്ട ഗെയിമിൽ ഗ്രൂപ്പ് കളിക്കാനായിട്ടും അല്ലെങ്കിൽ ടീമായിട്ട് കളിക്കാനായിട്ടൊക്കെ സിജോയും റോക്കി ബായും ഒക്കെ ശ്രമിച്ച സമയത്ത് നടന്ന കുറച്ച് അടിയെ പറ്റിയിട്ടാണ് ഞാൻ ചർച്ച ചെയ്യാൻ പോണത്. ഞാൻ 2-3 പേരുടെ റിവ്യൂസ് ഞാൻ ഇവിടെ വെച്ചിട്ട് എൻ്റെതായിട്ടുള്ളൊരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കും ഞാൻ പറയണത്. അപ്പം എന്തായി കഴിഞ്ഞാലും നമുക്ക് റിവ്യൂലോട്ട് പോവാം. ഇന്ന് ശരിക്കും എന്താണ് സംഭവിച്ചത് നമുക്ക് സമ്മറായിട്ടെൻ്റെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. ആയിട്ടില്ല. അപ്പോൾ ടാസ്കിന്റെ വഴക്കിന്റെ കാരണം എന്ന് പറഞ്ഞാൽ സിജോയും റോക്കിയും നേരത്തെ തന്നെ ഒരു പ്ലാൻ ഇട്ടു. കാരണം നമുക്കറിയാമല്ലോ ക്യാപ്റ്റൻ ഉൾപ്പെടുന്ന ടീമാണ് ആ ഒരു സ്പെഷ്യൽ റൂമിലേക്ക്, പവർ റൂമിലേക്ക് പോകുന്നത്. അവർക്ക് സ്പെഷ്യൽ പവേഴ്സ് ഉണ്ടാവും. സോ ഇവരിൽ ഒരാൾ ക്യാപ്റ്റൻ ആകണമെന്ന് സിജോയും റോക്കിയും കൂടെ പ്ലാൻ ഇടുന്നു. അങ്ങനെ ഈ ഒരു ടാസ്ക് തുടങ്ങുന്ന സമയത്ത് 2 പേരും ബോൾ കളക്ട് ചെയ്തിട്ട് സിജോ ഒരു ബോൾ മാത്രം കൈവച്ചിട്ട് ബാക്കി മുഴുവൻ ബോൾ എന്ത് ചെയ്യാണ്, റോക്കിക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ റോക്കിയുടെ കയ്യിൽ ഏറ്റവും കൂടുതൽ ബോൾ ഉണ്ടാവുന്നു. റോക്കി വിൻ ചെയ്യും എന്നുള്ളൊരു ഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് ബിഗ് ബോസ് പറഞ്ഞത് ആ ഒരു റെഡ് ലൈറ്റ് കത്തുന്ന സമയത്തും എല്ലാവരും ബോൾ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ കളക്ട് ചെയ്യാൻ പാടില്ല എന്നാണ് റൂള്. ആ സമയത്ത് ആരെങ്കിലും ചെളിക്കുള്ളിൽ നിന്ന് ബോൾ എടുക്കുന്നുണ്ടെങ്കിൽ അവർ ഔട്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ റെഡ് ലൈറ്റ് കത്തിയപ്പോഴും എല്ലാവരും അവിടെ ആയിരുന്നത് കൊണ്ട് എല്ലാവരും ഔട്ടായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യ റൗണ്ടിൽ ഒരു വിജയെ തീരുമാനിക്കാൻ കഴിയില്ല. ഈ ഒരു പ്രഖ്യാപനം ബിഗ് ബോസ് നടത്തിയപ്പോഴാണ് നൂറ ഒരു കാര്യം ജാസ്മിൻ്റെ അടുത്ത് പറയുന്നു. അതായത് ഞാനിങ്ങനെ കണ്ടു ഈ ബോള് സിജോ റോക്കിയുടെ കയ്യിൽ കൊടുക്കുന്നത് ഞാനിങ്ങനെ കണ്ടു എന്ന് നൂറ എന്ത് ചെയ്യാണ്, ജാസ്മിൻ്റെ അടുത്ത് ചെറിയൊരു ഹിന്റ് കൊടുക്കുന്നു. അപ്പോൾ ജാസ്മിന് കാര്യം മനസ്സിലായി. ജാസ്മിൻ ഈ സബ്ജക്റ്റ് എടുത്തിടുകയാണ്, അത് ചീറ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ ജാസ്മിൻ ഈ ഒരു സബ്ജക്റ്റ് എടുത്തിട്ടിട്ട് ജാസ്മിൻ അത് പ്രശ്നമാക്കുകയാണ്. കാര്യം ബാക്കിയുള്ളവരെല്ലാവരും പൊട്ടന്മാരാണോ? ശരിയാണ്. കാര്യം ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കുന്ന ഗെയിമിൽ അത് ടീമായിട്ട് കളിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, അവർ ഈ പറഞ്ഞിരിക്കുന്ന ടാസ്കിനകത്ത് ഇങ്ങനെ കളിക്കരുതെന്ന് ഉള്ളൊരു സംഭവം പറഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു ഗ്രൂപ്പ് കളിക്കേണ്ട, ബാക്കിയുള്ളവരെല്ലാം മണ്ടന്മാരാന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് അത് കറക്റ്റാണ്. കാര്യം കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും പൊട്ടന്മാരാണ്, നിങ്ങൾ മാത്രം വന്ന് കയറി ഉടനെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയല്ലാത്തൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. അപ്പൊ ഈ ഒരു വിഷയത്തിലാണ് പിന്നെ അങ്ങോട്ട് അടിയും വഴക്കും ശരിക്കുള്ള റോക്കി ബായ് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറയാനല്ല പട്ടി ഷോ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഷോ തുടങ്ങിയിട്ടേ ഉള്ളായിരിക്കും, ചിലപ്പോൾ ഇനി പറയാൻ പറ്റില്ല, ഇനി വരുന്ന ചിലപ്പം വലിയ രാജാവൊക്കെ ആയെന്നൊക്കെ ഇരിക്കും. പക്ഷേ സ്റ്റാർട്ടിങ് ടൈമിലല്ല, വെറും പട്ടി ഷോ കാണിച്ച് തുടങ്ങിയത് പോലാണ് ഫീൽ ചെയ്യുന്നത്. എല്ലാവരുടെ അടുത്തും അടിക്കാൻ പോവുക, വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ കാണിക്കുക, അങ്ങനെയൊക്കെയാണ് എനിക്ക് എനിക്ക് ഫീൽ ചെയ്ത കാര്യം. എന്തായാലും ബാക്കിയോടെ കേട്ട് നോക്കാം. ഇത് ഇൻഡിവിജ്വൽ ഗെയിമാണ്. അവിടെ നിങ്ങൾ 2 പേരും കൂടെ ഗ്രൂപ്പായിട്ട് കളിച്ചത് ഒട്ടും ശരിയായില്ല, അത് ചീറ്റിംഗ് ആണെന്ന് പറഞ്ഞ് ജാസ്മിൻ അങ്ങ് കയറി റൈസ് ആവുന്നു. അതിൻ്റെ ഇടയിൽ റോക്കിയും റൈസ് ആവുന്നുണ്ട്. ഗെയിമാണിത്, ഗെയിമിൽ ഇങ്ങനെയും പ്ലാൻ ചെയ്ത് കളിക്കാമെന്ന് റോക്കി പറയുന്നുണ്ട്. ബിഗ് ബോസ് എവിടെയും പറഞ്ഞിട്ടില്ല ഇങ്ങനെ പ്ലാൻ ചെയ്ത് കളിക്കാൻ പാടില്ല എന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയും കളിക്കാം. കാരണം ക്യാപ്റ്റനും ആ ക്യാപ്റ്റൻ ഉൾപ്പെടുന്ന റൂമിലുള്ളവർക്കുമാണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്. അപ്പോൾ എനിക്ക് താല്പര്യമുള്ള ഒരാൾ ക്യാപ്റ്റനായിട്ട് വരുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ കളിക്കും എന്ന് റോക്കി പറയുന്നു. സിജോയും പറയുന്നു ഞാനത് ചെയ്തിട്ടുണ്ട്, ബട്ട് അത് പാർട്ട് ഓഫ് ഗെയിം ആണെന്ന് പറയുന്നു. അങ്ങനെ വലിയ വഴക്കാവുന്നു. ഇതിനിടയിൽ ഗബ്രിയും അതുപോലെ തന്നെ നമ്മുടെ റോക്കിയും തമ്മിൽ ഭയങ്കരമായിട്ടൊരു ഫൈറ്റ് ഉണ്ടാവുന്നുണ്ട്, സീരിയസ് ഫൈറ്റ്. അതിനിടയിലേക്ക് നമ്മുടെ രതീഷ് കയറി വരുന്നു. രതീഷും അതുപോലെ റോക്കിയും തമ്മിൽ ഭയങ്കര ഒരു ഫൈറ്റ് എന്ന് വെച്ചാൽ അടിക്കണം ഇടിക്കണം എന്നൊക്കെ ഉള്ള ലെവലിലേക്കുള്ള ഒരു ഫൈറ്റായി. കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ചിരിക്കുകയാണ്. അങ്ങനെ കൺഫ്യൂഷൻ റൂമിലേക്ക് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവർക്ക് എന്തായാലും അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്.
ഇനിയെങ്കിലും എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ ആദ്യം വന്നിട്ട് ഈ കുറെ ബഹളം വെച്ചെന്ന് പറഞ്ഞിട്ടോ, ഈ കാര്യം 2-3 സീസണൊക്കെ മുന്നേ തന്നെ ഓരോ ആൾക്കാർ ഗെയിം പഠിച്ചിട്ടൊക്കെ വന്നിട്ട് ഭയങ്കരമായിട്ട് ബഹളം കാണിച്ച് ഭയങ്കരമായിട്ട് ഷോ ഓഫ് കാണിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരെന്തോ വലിയൊരു സംഭവമായി പുറത്ത് ചിത്രീകരിക്കും, അല്ലെ അവർക്ക് ഭയങ്കര മാസ് BGM ഇട്ട് കാണിക്കും വരുന്ന കാര്യം. ആ കാലമല്ല ഇത്. കാര്യം ഇപ്പൊ ആൾക്കാർക്ക് കുറച്ചുകൂടെ മനസ്സിലായി. കാര്യം ആൾക്കാർക്ക് ബോധം വെച്ച് തുടങ്ങിയെന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം. കാര്യം പണ്ടത്തെ പോലെ മാസ് BGM ഇട്ട് വലിയ രാജാവാന്നും പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് വരാനായിട്ടൊക്കെ ഇനി ആൾക്കാർ വളരെ കുറവായിരിക്കും. കാര്യം ആൾക്കാർക്ക് ഓരോരുത്തരുടെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ മനസ്സിലാവുമ്പം തന്നെ സ്വാഭാവികമായിട്ടും ബാക്ക് പിടിക്കാനായിട്ട് തുടങ്ങും. കാര്യം ഇതെല്ലാം ഒരു ഗെയിമിന്റെ പാർട്ടാണ്. ലൈക്ക് എൻഡ് ഓഫ് ദി ഡേ ആ ഗെയിം കഴിഞ്ഞു കഴിഞ്ഞാൽ തീരുന്ന കാര്യങ്ങളേ ഉള്ളൂ, ഇത് പകുതി കാര്യങ്ങളല്ല. എനിവേ, ഇതിനകത്ത് സതീഷ് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിന്റെ കാര്യം പറഞ്ഞു. ആ ഒരു പുള്ളിക്കാരന്റെ രീതിയൊക്കെ കണ്ടിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ സീസൺ 3 പ്രൊവോക്കിംഗ് ഗെയിം കളിച്ച ഫിറോസ് ഖാനാണ് എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മ വന്നത്. എല്ലായിടത്തും ചെല്ലുക, ചൊറിഞ്ഞ് അടി ഉണ്ടാക്കുക, അതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. എന്തായി കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല, പക്ഷെ നിൽക്കുന്ന സമയത്തോടത്തോളം അത് കുറച്ച് ആൾക്കാർക്ക് ഇറിറ്റേറ്റിംഗ് ആവുമെങ്കിലും പക്ഷെ ചിലപ്പം പറയാൻ പറ്റത്തില്ല. ഇതൊക്കെ ആയിരിക്കും മേ ബി ഒരു നല്ല രീതിയിൽ കണ്ടന്റ് ആയിട്ടൊക്കെ പുറത്തോട്ട് പോയി ഒരു പക്ഷേ നല്ല രീതിയിൽ ഹിറ്റ് ആവാനും ചാൻസ് ഉണ്ട്. എനിവേ, ആ പുള്ളിക്കാരനും ഈ പറഞ്ഞ ജാൻമണിയായിട്ട് രാവിലെ ഒരു ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു. സിഗരറ്റ് വലിച്ചതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി ന്യായമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പൊ ശരിക്കും ആ ഒരു വിഷയത്തിൽ ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. മണി പറയുവാണ്. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ അപ്പൊ ഞാൻ രാവിലെ ചൊറിയും എന്നല്ല, ഞാൻ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് കളിയായിട്ട് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ കൂടെ ജാൻമണി എന്ത് ചെയ്യുന്നു, സിഗരറ്റ് സ്റ്റൗവിൽ നിന്നും സിഗരറ്റ് കത്തിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുമ്പോൾ ഞാൻ രാവിലെ ചൊറിയും എന്നിങ്ങനെ ഞാൻ മോർണിംഗിൽ തന്നെ ചൊറിയുമ്പോൾ മോർണിംഗിൽ തന്നെ എന്നെ കൂടെ എടുക്കാൻ വരരുത് എന്നൊക്കെ ജാൻമണി പറയുമ്പോഴത്തേക്കും ആണ് ഞാൻ രാവിലെ ചൊറിയെന്ന് രതീഷ് പറയുന്നത്. അപ്പോഴാണ് അസീറോക്ക് ചോദിക്കുന്നത്, അത് നിങ്ങളിപ്പോൾ ഈ സിഗരറ്റ് കത്തിച്ചതിന്റെ പേരിലാണ് അവരോട് ഉടക്കുണ്ടാക്കാൻ പോണത്, അല്ലെങ്കിൽ ഇത് അപ്പോൾ സിഗരറ്റ് കത്തിച്ചാ എപ്പോൾ കത്തിച്ചത്, ഇപ്പൊ കത്തിച്ചോണ്ടല്ലേ ജാൻമണി ഇവിടെ നിന്ന് പോയത് എന്നിങ്ങനെ പറയാണ്. അപ്പോഴത്തേക്കും സിജോ പറഞ്ഞു, ജാൻമണി ഉടക്കുണ്ടാക്കരുത്, പോയി സിഗരറ്റ് വലിക്കാനല്ലേ പോകണം, സ്മോക്ക് റൂമിലേക്ക് പോകും എന്ന് പറഞ്ഞാൽ ജാൻമണി സിഗരറ്റും കൊണ്ട് സ്മോക്ക് റൂമിൽ പോകുന്നു. അപ്പോഴാണ് അസീറോക്ക് രതീഷിന്റെ ഈ കാര്യം പറയുന്നത്, എന്ത് ജാൻമണി സിഗരറ്റ് കത്തിച്ചു അത് ശരിയാണോ, അടുപ്പിൽ നിന്ന് സിഗരറ്റ് കത്തിക്കാൻ പാടുണ്ടോ, അന്നമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ത് അന്നം ഉണ്ടാക്കുന്നതല്ലേ, പവിത്രമായ ഒരു സ്ഥലമല്ലേ, ഇത്രയും പേരുടെ ജീവനില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ ഉറപ്പാണല്ലോ സിഗരറ്റ് കത്തിച്ചു. അങ്ങനെ നേരെ എന്ത് ചെയ്യുന്നു, ഗാർഡൻ ഏരിയയിലേക്ക് പോകുന്നു. സ്മോക്ക് റൂമിലേക്ക് കയറി നിൽക്കുന്ന ജാൻമണിയുടെ അടുത്ത് പോയി ഉടക്കാൻ തുടങ്ങുവാണ്. ഓക്കെ, അങ്ങനെ ഉടക്കിയിട്ട് പ്രശ്നങ്ങളായി. അത് പിന്നെ പറഞ്ഞ് സോൾവ് ചെയ്ത് അത് ആ ഒരു രീതിയിലോട്ട് പോയി. ശരിക്കും പറയാം, എന്തുവേണം നിങ്ങൾക്കൊന്നും ബോധമില്ല, സിഗരറ്റൊക്കെ വന്ന് അവിടെ കത്തിച്ച് എല്ലാം കൂടെ പൊട്ടിത്തെറിച്ച് കഴിഞ്ഞാൽ ആര് സമ്മാനം പറയും? ഒരു മര്യാദയൊക്കെ വേണ്ട. എന്തായി കഴിഞ്ഞാല് എന്തായാലും ഈ പ്രാവശ്യത്തെ കണ്ടസ്റ്റൻസ് എല്ലാം ഭയങ്കര വ്യത്യസ്തമായിട്ടൊക്കെയുള്ള രീതികളാണ് കേട്ടോ. അതേ കണക്ക് തന്നെ ഇതൊരു മലയാളം ഷോ ആയിട്ട് ഇത് ഫുള്ള് പകുതിയും ആൾക്കാർ ഇംഗ്ലീഷ് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ ഈ ജാൻമണിയൊക്കെ എനിക്ക് തോന്നുന്നു വലുതായിട്ട് മലയാളം അറിയാത്ത ആൾക്കാരാണ്. അപ്പൊ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതേപോലെ തന്നെ ഈ കോമണേഴ്സിന്റെ കാര്യത്തിൽ നമ്മളെല്ലാവരും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് ഇതിനകത്ത് വന്നവരെല്ലാവരും ഒട്ടുമിക്ക കുറച്ച് ആൾക്കാരെല്ലാവരും ഈ നിലവിലെടുത്ത കോമണേഴ്സിന്റെ അതേ പ്രൊഫൈലുള്ള ആൾക്കാർ തന്നെ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം. അല്ലാതെ ഇപ്പൊ കോമണേഴ്സിന് വേണ്ടി പ്രത്യേക ഒരു ഓഡീഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇത് വെക്കാനായിട്ട് തോന്നേണ്ട ആവശ്യമില്ലായിരുന്നു എന്നും തോന്നുന്നുണ്ട്. എനിവേ, എന്തായിരിക്കും ഇനി അങ്ങോട്ട് മുമ്പോട്ടുള്ള ബിഗ് ബോസ് എന്ന് നമുക്ക് കണ്ടറിയാം. നിങ്ങളുടെയൊക്കെ ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ആരെങ്കിലും ഒക്കെ ഇപ്പോഴേ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ഇതിനകത്തുള്ള കണ്ടസ്റ്റൻസിന്റെ ഒക്കെ കുറിച്ചുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങളും നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക.